ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന വളരെ റയർ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. എക്സും വൈയും ഒരു പൂർണ്ണസംഖ്യയാണ്. എക്സ് സൈന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതുവരെ നമ്മൾ പി എസ് സിയിൽ കാണാത്തൊരു സൈന്, പ്ലസ്സും അല്ല മൈനസും അല്ല, പ്ലസിൻ്റെ മുകളിൽ സർക്കിൾ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ തന്നിട്ടുണ്ട്, x/2 - y. ഓക്കെ, സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കോ. പ്രത്യേകിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഗ്രി ലെവലിൽ മാത്രമായിട്ട് ചോദിച്ചു വരുന്നതിൽ കണ്ടിട്ടുണ്ട്. സോ ഇത് ഡിഗ്രി പ്രിലിംസ് 2023 ചോദിച്ചിട്ടുണ്ട്. അതിന് തന്നെ തൊട്ട് മുമ്പത്തെ 2022 ചോദിച്ചിട്ടുണ്ട്. സോ ഈ 2 വർഷങ്ങളിലായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളൂ. സോ ഇതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 3 ഈ ഒരു ചിഹ്നം തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്നത് 3, ഇതിപ്പോൾ തന്നിരിക്കുന്നത് 3 + 1 എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് 3 + 1 എന്തെന്ന് എഴുതാം, 4 എന്ന് എഴുതിയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം, ശരിയല്ലേ? പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് പ്ലസ് ആണോ? അല്ല. സോ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ തന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എക്സാം ഹോളിൽ പരിഭ്രമിച്ച് നിൽക്കാതെ അത് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ എക്സ് ഈ ഒരു ചിഹ്നം y = വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് x/2 - y എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഇതേ സൈന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. എക്സിന് 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 3/2 - വൈൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്, ഈ വൈൻ്റെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്. 1. സോ അങ്ങനെ ബ്രാക്കറ്റിലേക്ക് ഇടാം. ഓക്കെ, സ്റ്റാർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് 4 ഇതേ സൈന് -4 അല്ലേ? സോ നിങ്ങൾ എഴുതേണ്ടത് 4x ആണ്. അപ്പോൾ 4/2 മൈനസ് വൈൻ്റെ സ്ഥാനത്ത് വന്നുള്ളത് -4 ആണ്. സോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലം മുന്നോട്ട് പോകുമ്പോൾ വരുന്നത് 3/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1.5 ആണ്. 1.5 എന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരിക ഹാഫ് ആണ് അല്ലേ? 3/2 1.5, 1.5ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ ആരാന്ന് കിട്ടിയിട്ടുണ്ടാവും. സ്റ്റാർ ഇവിടെ വരുമ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2, -(- വന്നാൽ പ്ലസ് അല്ലേ, 4. സോ ഇത് ബ്രാക്കറ്റിൽ. സോ അഗെയിൻ 1/2 സ്റ്റാർ 2 + 4 എത്ര വരും, 6. ഇനി വീണ്ടും നമുക്ക് പരിചയമില്ലാത്തൊരു സൈന് വരികയാണ് ഇവിടെ. 1/2 സ്റ്റാർ 6 വന്ന് എന്താ ചെയ്യാൻ നമുക്കറിയില്ല. അതെന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗിവൺ ആണ്. എക്സ് സ്റ്റാർ y വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് y/3 - 2x എന്നുള്ളതാണ്. സോ y ഏതാണ്, ഈ സ്റ്റാറിൻ്റെ അപ്പുറത്തുള്ളതാണ്. സോ ഇവിടെ y ആയിട്ട് വരെ ഏതാണ്, 6 ആണ്. സോ നിങ്ങൾ എഴുതേണ്ടത് = 6/3 - 2 × x ആയിട്ട് എടുക്കേണ്ടതോ ഇതിൻ്റെ ആദ്യത്തെ ഏതാ, 1/2. സോ 2 × 1/2 എന്ന് വരും. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 6 3ൽ 2 ടൈംസാണ് വരുന്നത്. 2 2 എന്താ ക്യാൻസലായി പോകും. സോ നിങ്ങളുടെ ആൻസർ വരിക 2 - 1. 2 - 1 എത്രയാണ്, 1. സോ 1 ഓപ്ഷൻ ഇല്ലേ? സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് C എന്ന് കിട്ടും. ഓക്കെ, സോ ഇതേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഗ്രി പ്രിലിംസ് 2022 നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഇവിടെ നമുക്ക് ചെയ്തുകൂടെ വളരെ പെട്ടെന്ന്. എഗെയിൻ എന്താ, നമുക്ക് പരിചയമില്ലാത്ത സൈന് വരുന്നു. ഇവിടെ പിന്നെ ഇതിൻ്റെ വാല്യൂ കാണാനല്ല, കെൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഉടനെ നിങ്ങൾ എന്ത് എഴുതുക, ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ എഴുതുക. സോ എക്സ് ഈ ചിഹ്നം y വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ എക്സിൻ്റെ സ്ഥാനത്ത് 4 - 2 × വൈൻ്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 2 × 5 / 5 അല്ലേ, = ഇവിടെ എന്ത് വരും, എക്സിൻ്റെ സ്ഥാനത്ത് k ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ k - 2 × വൈൻ്റെ സ്ഥാനത്ത് 10 / 10 അതാണുണ്ട്. ഇത് 2 ഈക്വലാന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കെൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന സിമ്പിൾ അരിത്മെറ്റിക് ആണ്, നിങ്ങൾക്കറിയാം. സോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഈ 5 ഈ 10ൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യും, 2 ടൈംസ് പോകും. ഇനി ഈ 2 ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഇത് മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ 4 - 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. = k - 20/2 എന്ന് വരും. സോ 4 നിന്ന് 10 പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം -6 ആണ്. ഈ /2 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ × 2 ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ k - 20 അല്ലേ? സോ k = -6 × 2 എന്ന് പറഞ്ഞാൽ -12 അല്ലേ? -12 -20 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും, അത് +20 ആവും അല്ലേ? ഇനി നിങ്ങൾ എങ്ങനെ ചെയ്യണ്ടേ, വേറെ ചിഹ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലുതിൻ്റെ ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടാന്ന് പഠിച്ചിട്ടുണ്ടാവും. സോ 20ൽ നിന്ന് 12 പോയാൽ നിങ്ങൾക്ക് 8 എന്ന് കിട്ടുന്നു. വലിയ സംഖ്യ 20 ആയതുകൊണ്ട് +8. സോ k = 8 എന്നുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പതറരുത്. ഇതെപ്പോഴും PSC ചോദിക്കുന്ന ടൈപ്പ് അല്ല. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കണ്ടിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹോളിൽ പോകാവൂ. ഓക്കെ ദെൻ, താങ്ക് യു സോ മച്ച്.